ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ദം ബിരിയാണിയാണ്. ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ 4 വലിയ സവാള, 2 തക്കാളി, പച്ചമുളക്, പുതിന, മല്ലിയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പൊടികളിൽ നമ്മൾ എടുക്കുന്നത് ഇവിടെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇവിടെ കശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, അതുപോലെ വറുത്തിരിക്കുന്ന മുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങ വറുത്തത്. ഇതുപോലെ നിങ്ങൾക്ക് കാഷ്യൂ ഉപയോഗിക്കാം. ഞാൻ കുട്ടികൾ കഴിക്കാത്ത കാരണം ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ അടുപ്പ് വെച്ചിട്ട് അതിലൊരു വലിയ പാത്രം വയ്ക്കുക. അതിലേക്ക് ഞാൻ തിളച്ച വെള്ളം, ആ എടുത്ത പാത്രത്തിൻ്റെ 1/4 ഭാഗം തിളച്ച വെള്ളം ഒഴിക്കുകയാണ്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ഇടണം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് ഇതൊക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച റൈസ് ഇട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ പുതിന ഇല ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇട്ട് ഇച്ചിരി ലെമൺ പിഴിഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് 1/4 വേവ് വരെ മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. ഒരു അരി എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഒരു ഭാഗം വെന്ത പോലെ ഒരു ഭാഗം പച്ചയായിട്ട് തോന്നുന്ന ആ ഒരു അളവിൽ നമ്മൾ വേവിക്കാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. ദം വയ്ക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ നേരം വേവിക്കാൻ പാടില്ല. ഇവിടെ ഞാൻ വേറൊരു പാനിൽ സവാള, കട്ട് ചെയ്ത സവാള, ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഉപ്പ് ഇട്ട് എണ്ണ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ അരി വേവ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാ ഇവിടെ അരി പാകമായിട്ടുണ്ട്, 1/4 വേവാണ്. അപ്പം നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് ഈ അരി ഒന്ന് അരിച്ചെടുക്കണം. ഈ ചോറൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ ചൂടുവെള്ളത്തിൽ ചോറ് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ തന്നെ വെക്കാൻ പാടില്ല. ചോറ് വെന്ത് പോവും. പ്രത്യേകിച്ച് ബാസ്മതി അരി പെട്ടെന്ന് വെന്ത് പോകുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അരിച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ ചോറ് നിങ്ങൾക്ക് കണ്ടാൽ അറിയും, നല്ല ഇങ്ങനെ വിടർന്ന് കിടക്കും. ഫുൾ വേവ് ആയിട്ടില്ല ഇത്. അപ്പം ഈ സമയത്ത് നമ്മുടെ സവാള നമ്മൾ പിന്നെ വഴറ്റിയെടുക്കണം. അതിൽ നിന്ന് നമ്മൾ ഇച്ചിരി സവാള മാറ്റിയിട്ടുണ്ട്, ഒരു 1/4 ഭാഗം. ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മളിപ്പോൾ എല്ലാ പൊടികളും ചേർക്കണം. ഇവിടെ ഞാൻ പെപ്പർ പൗഡർ, അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ വീതം ചേർത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, ചുവന്ന മുളക് പൊടി. അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ മല്ലിപ്പൊടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതേപോലെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, അതൊരു 1/2 ടീസ്പൂൺ. ഇതിലേക്ക് വഴറ്റിയ സവാള നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാനിവിടെ 1/2 കപ്പ് കട്ടി തൈരും ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ ചോറിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പം നോക്കിയിട്ട് ചേർത്താൽ മതി. അതുപോലെ മല്ലിയിലയും പുതിന ഇലയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനിൽ നന്നായിട്ട് ഇത് പുരട്ടി വരണം. ഇതിനകത്തേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ആ ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഞാനൊന്നും കൂടി നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ നമ്മൾ ഇതുപോലെ മാറ്റി വയ്ക്കണം. അപ്പോഴേക്കും നമ്മുടെ സവാള ഇവിടെ നല്ലതായിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇത് നല്ല ബ്രൗൺ ആവുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇത് നമ്മൾ ഗാർണിഷിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. ലെയറിങ് ചെയ്യുമ്പോൾ, ദം ഇടുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നല്ല ബ്രൗൺ ആവണം. അപ്പോഴേക്കും നമ്മളിവിടെ ദം ചെയ്യുമ്പോൾ ലെയറിങ്ങിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനവും മാറ്റി വയ്ക്കുക. വറുത്ത സവാള, മുന്തിരിങ്ങ, അതുപോലെ ആവശ്യത്തിനുള്ള നെയ്യ്, ഒരു 3 to 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഗരം മസാല, ചെറുതായി അരിഞ്ഞിരിക്കുന്ന തക്കാളി, മല്ലിയില, പുതിന, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ലെയറിങ്ങിന് ഉപയോഗിക്കുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനും 1/4 വേവുള്ള അരിയും ചോറും ഇതൊക്കെ റെഡിയായി വെക്കുക. ഇനി നമ്മൾ അതേ പാത്രം, നമ്മൾ നേരത്തെ ചോറ് വേവിച്ച് അതേ പാത്രം എടുത്ത്, നമുക്ക് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, അത് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ആ പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഒരു 2 to 3 ടേബിൾ സ്പൂൺ എണ്ണ പാത്രത്തിലിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ചോറ് പാത്രത്തിൽ ഒട്ടാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്.
ഇനി നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തിരിക്കുന്ന ഈ തക്കാളി പാത്രത്തിൻ്റെ നടുവശത്ത് വെച്ച് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഡയറക്റ്റ് നടുവിൽ ചോറിട്ട് കൊടുത്ത് അത് കരിഞ്ഞു പോവും. അപ്പോൾ തക്കാളി നല്ല ഈവണായിട്ട് നടുഭാഗത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ പീസസ് അതിൻ്റെ സൈഡിലായിട്ടാണ് വെക്കേണ്ടത്. ഇതിൻ്റെ മുകളിൽ ഇച്ചിരി മല്ലിയിലയും പുതിനയും ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എല്ലാ ചിക്കൻ പീസും നമ്മൾ ഈ തക്കാളിക്ക് ചുറ്റും ഈ പാത്രത്തിൽ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് വളരെ ഹെൽത്തി വേർഷനാണ് കേട്ടോ. നമ്മളിവിടെ ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല, ഈവണായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്താൽ മതി. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് ശരിക്കും വേവുമോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുമോ ഒക്കെ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ, ഡൗട്ടൊന്നും വേണ്ട. ഇതിൻ്റെ മുകളിൽ നമ്മൾ മല്ലിയിലയും പുതിനയും ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഈ മുക്കാൽ വേവിച്ച അരി ഉണ്ടല്ലോ, അത് നല്ല ഈവണായിട്ട് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് ലോയിലാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അരി സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഈവണായിട്ട് ഇട്ട് കൊടുക്കുക. തവി വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു ലെയർ ഇട്ടിട്ടുണ്ട്. ചിക്കൻ നമ്മൾ മുഴുവനായിട്ടും താഴെയാണ് കേട്ടോ, കുക്ക് ചെയ്യാത്ത ചിക്കൻ ആയ കാരണം നമ്മൾ ഈ മിഡിലൊന്നും ചിക്കൻ ഇടില്ല, താഴെ മാത്രം ചിക്കൻ, മുകളിൽ മാത്രം ചോറും. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിൻ്റെ മുകളിൽ അടുത്ത ലെയറിങ് ചെയ്യാൻ പോകുന്നത് ഈ വറുത്ത് വെച്ച സവാള ഇതുപോലെ ഒന്ന് ഈവണായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതേ സമയത്ത് കാഷ്യൂം നെയ്യിൽ വറുത്തിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂ ഞങ്ങളുടെ വീട്ടിൽ കുട്ടികൾ തീരെ കഴിക്കാത്തതുകൊണ്ട് ഞാനതങ്ങ് അവോയ്ഡ് ചെയ്തേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ട് ഇടണം കേട്ടോ, ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരും. അതുപോലെ കുറച്ചും കൂടി റിച്ച് ആയിരിക്കും കാഷ്യൂ ഒക്കെ ഇടുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പുതിനയും മല്ലിയിലയും ചോപ്പ് ചെയ്ത് വെച്ചത് ഇങ്ങനെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് മസ്റ്റാണ്, ഇത് അവോയ്ഡ് ചെയ്യരുത്. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട നെയ്യായിരുന്നു 2 സൈഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ലെയറിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നെക്സ്റ്റ് 2 സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ നമ്മൾ കുറച്ച് ഗരം മസാല ഇങ്ങനെ തൂവി കൊടുക്കണം. അതിനുശേഷം വീണ്ടും ബാക്കിയുള്ള ചോറ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈവണായിട്ട് നേരത്തെ ചെയ്ത് അതേപോലെ സ്പ്രെഡ് ചെയ്യണം. അതിലുള്ള ഗ്രാമ്പൂ പട്ടയൊക്കെ ഞാൻ ജസ്റ്റ് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതുപോലെ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സാണ്, നമ്മൾ ഒരു ലെയറും കൂടി ഫുള്ളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ടോപ്പിംഗ് പോലെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ വറുത്ത സവാള ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. ബാക്കിയുള്ള ഫുൾ സവാളി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഈവണായിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ പുതിനയും മല്ലിയിലയും നന്നായിട്ട് ഇട്ട് കൊടുക്കുക. പുതിനേൻ്റെ ഒന്നും വല്ലാത്തൊരു ഫ്ലേവറൊന്നും വരില്ല കേട്ടോ, നല്ലൊരു എല്ലാം മിക്സായിട്ടുള്ളൊരു മണമാണ് വരിക. അത് ഇട്ട് കൊടുത്താലേ ഇതിൻ്റെ ആ ഒരു പ്രോപ്പർ ഫിനിഷ് കിട്ടുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വേറെ 2 സൈഡിലേക്കായിട്ട് ഇപ്പോൾ ഓരോ ടീസ്പൂൺ നെയ്യിട്ട് വീണ്ടും കുറച്ച് ഗരം മസാല ഞാൻ തൂവി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ മഞ്ഞൾ ഇച്ചിരി വെള്ളത്തിൽ മിക്സാക്കിയിട്ട് ആ ഒരു കളറ് കിട്ടാൻ വേണ്ടി വളരെ ഇച്ചിരി 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, എൻ്റെ കയ്യിലില്ല. ഇത് നമ്മൾ ഇനി മൂടി വെച്ചിട്ട് ദമ്മ് ചെയ്യണമെന്ന് ഒരു 45 മിനിറ്റ് നമ്മളിതിനെ ദമ്മിൽ വെക്കണം. ഒരു ടൈമർ വെച്ചാൽ മതി. 45 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടുക. വളരെ ടേസ്റ്റിയും വളരെ നല്ല മണം വരാൻ തുടങ്ങി ഈ ടൈം ആകുമ്പോഴേക്കും നമ്മളിത് ഇങ്ങനെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനൊക്കെ നന്നായി വേവും കേട്ടോ, ഒന്നും പേടിക്കാനില്ല, നല്ല പാകം വേവായിരിക്കും. അരിയൊക്കെ കണ്ടോ നമ്മൾ കറക്റ്റ് ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 3/4 വേവിലെടുത്താൽ മാത്രമേ ഇതുപോലെ കിട്ടൂ, അല്ലെങ്കിൽ ചീഞ്ഞു പോവും. ഇതുപോലെ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മെല്ലെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വളരെ യമ്മി, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ ഈ മെത്തേഡ് ട്രൈ ചെയ്യുള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണേ. ഇത് നമുക്ക് സാലഡിൻ്റെ ഒന്നിച്ച് സെർവ് ചെയ്യാം. തൈര് വെച്ചിട്ട് റായത്ത ആക്കില്ലേ, അത് വെച്ച് സെർവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡേറ്റ്സ് ചട്നിയാണ് ഇതിന്
ഏറ്റവും നല്ലത് ഡേറ്റ്സ് പിക്കിൾ പോലെ ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ ഞാനിടാം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ലെങ്തി ആയിപ്പോവും. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്